ഗുഡ് മോർണിംഗ്. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ഗുഡ് മോർണിംഗ് ആട്ടോ. എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ ഞാൻ എണീക്കണതിൻ്റെ പുറകെ തന്നെ രണ്ടുപേരും എണീച്ച് വരാറാണ് പതിവ്. പക്ഷേ ഇന്ന് എന്താണ് രണ്ടുപേരും നല്ല ഉറക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനടുത്ത് വീഡിയോ എടുക്കാമെന്ന്. പിന്നെ രാവിലത്തെ പ്രഭാത കൃത്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പല്ലേക്കൽ. അങ്ങനെ എൻ്റെ പല്ലേക്കലൊക്കെ കഴിഞ്ഞ് ചായ ഇടാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയി അതിനുള്ള പാലെല്ലാം മാറ്റി വെച്ച് എനിക്കുള്ള ചായ എടുത്ത് ഞാൻ ഫ്രണ്ടിൽ വന്ന് സമാധാനമായിട്ട് കുടിക്കാമെന്ന് ഓർത്തു. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒരു മുളകും തൈന് തലോടി പിന്നെ നീല ആകാശമൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് വീണ്ടും വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കാനുള്ള ഇറച്ചിയും പിന്നെ സവാളയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചു. പിന്നെ ഞാൻ എൻ്റെ മിറ്റടിയിലേക്ക് കടന്നു. അങ്ങനെ പുല്ലൊക്കെ പറിച്ച് നല്ല തകൃതിയായിട്ട് മിറ്റടിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കാട്ടോ എൻ്റെ മക്കൾ എണീച്ചത്. നെജാക്ക് ചുമയുള്ളതുകൊണ്ട് അവൾ ചെറുതായിട്ട് കരഞ്ഞുകൊണ്ടൊക്കെയാണ് എണീച്ചത്. പിന്നെ അവർ രണ്ടുപേരെയൊക്കെ ഒന്ന് സെറ്റാക്കി ഇരുത്തി ഞാൻ എൻ്റെ മിറ്റടിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ എൻ്റെ രണ്ടെണ്ണം വെളിയിലിറങ്ങി നല്ല കളിയാട്ടോ. ആങ്ങളെയും പെങ്ങളും കൂടി വണ്ടി എന്തോ റിപ്പയർ ചെയ്യണമെന്ന് തോന്നുന്നു. അങ്ങനെ രണ്ടെണ്ണത്തിനെ പൊക്കിയെടുത്ത് വീണ്ടും ഉള്ളിൽ കയറ്റി വാലടിച്ചിരുത്തി ടി വിയും വെച്ച് കൊടുത്തിരുത്തി. പക്ഷേ നെജ അവിടെ ഇരുന്നില്ല. നെജൻ്റെ ഒക്കെ തന്നെ കയറി വന്നിരുന്നു. അപ്പം ഞാൻ അതിന് പാലൊക്കെ സെറ്റാക്കി കുടിക്കാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നെജാന് കുറച്ച് കളിപ്പാട്ടങ്ങളെല്ലാം കൊടുത്ത് അവിടെ ഇരുത്തി. പിന്നെ ബെഡ്ഷീറ്റൊക്കെ നേരിട്ട് ബെഡെല്ലാം നേരെയാക്കി ഇട്ടു. ഞാൻ എനിക്ക് വന്നപ്പോൾ തന്നെ പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നെജാക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ പഴം എടുത്തുകൊണ്ട് തന്നെ കേട്ടോ. അവൾ കുറച്ചൊക്കെ കഴിച്ചോളൂ. ചുമയായതുകൊണ്ട് കുറേ ഒന്നും കഴിക്കാൻ പറ്റില്ല. ആ സമയം കൊണ്ട് അത് വെളിയിലേക്ക് ഇറങ്ങിയായിരുന്നു കേട്ടോ. സാലിയും ഉമ്മച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ കുറേ നേരം വർത്താനം പറഞ്ഞു. പിന്നെ സാലി വീട്ടിലേക്ക് പോയി. ഇപ്പോൾ അവൻ്റെ പുറകെ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.